നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. She has got high imagination. എന്ത് രസമായിട്ട് അവള് പോർട്രേറ്റ്സ് ഒക്കെ വരയ്ക്കുന്ന. ചിലർ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാറില്ലേ, അതേപോലെ ഗൗരി മുത്തശ്ശിയോട് സങ്കല്പത്തിൽ അവള് സംസാരിക്കുന്നു. അതിനിപ്പോ എന്താ തെറ്റ്? അങ്ങനെയല്ല മോളെ, നമ്മൾ കാണാത്ത പലതും അവളുടെ കണ്ണി കാണുന്നുണ്ട്. അതെനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടതുവാ. ഹേമന്തിനെ ശ്രീകുട്ടി ശരിക്കും ചെന്നായിട്ട് കണ്ടു എന്നുള്ളത് അവൾ എന്നോട് പറഞ്ഞതാ. അപ്പോ എവിടെയോ എന്തോ കുഴപ്പമുണ്ട് മോൾക്ക്. ഒരു ഡോക്ടറെ കാണിച്ച് എന്താ പ്രശ്നം എന്നറിയണം. ഇതെന്താ കൈയഴുകൽ പരിപാടിയൊക്കെ നിർത്തിയോ? കുളിക്കുമ്പോ കൈ കഴുകിയല്ലോ. കൂടെ കൈ കഴുകിയാലേ എന്റെ കൈ തേഞ്ഞു പോവും. മോളെ, ഗൗരി മുത്തശ്ശി ശരിക്കും കണ്ടോ? ആ കണ്ടല്ലോ. അല്ല, എങ്ങനെയാ ഗൗരി മുത്തശ്ശിയുടെ രൂപം എങ്ങനെയാ? ഡാഡിക്ക് അറിയില്ലേ ഗൗരി മുത്തശ്ശിയെ? ഞാൻ സ്വപ്നത്തിൽ കണ്ട മുത്തശ്ശി തന്നെയാ. തറവാട്ടിലെ ആ ചിത്രത്തിലുണ്ടല്ലോ, ആ മുത്തശ്ശി എന്നെ കാണാൻ വരുന്നേ. എന്റെ പൊന്നു മോളെ, ഒരുപാട് കൊല്ലം മുമ്പ് മരിച്ചുപോയതാ ഈ ഗൗരി മുത്തശ്ശി. വളരെ പണ്ട് മരിച്ചുപോയ ഒരാളെ ആർക്കും കാണാൻ കഴിയില്ല. ഒക്കെ മോളുടെ തോന്നലാ. ഡാഡി പറയുന്ന പോലെ മോളെ ഒരു ഡോക്ടറെ കാണിക്കാം കേട്ടോ. അതെ മോളെ, ഇന്നേ മോള് സ്കൂളിൽ പോകണ്ട. നമുക്ക് പോയിട്ട് ഒരു ഡോക്ടറെ കാണാം. ഒരു ചെറിയ കുട്ടിയെ ഇങ്ങനെ പേടിക്കേണ്ട കാര്യമുണ്ടോ? അതും നിന്നെ പോലെ ലോകപരിചയമുള്ള ഒരാള്. സാറിന് അറിയാലോ, അവളൊരു ചെറിയ കുട്ടി മാത്രമല്ല, ആ വയസ്സായ സ്ത്രീ അവളുടെ ഉള്ളിലുണ്ട്. സാറിന് മുത്തശ്ശനോട് അഡ്വൈസ് ചോദിക്കായിരുന്നില്ലേ? അതിന് കഴിയില്ല. മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവമല്ലേ ഇപ്പോൾ. വിശുദ്ധിയുള്ള ദിവസങ്ങളിലൊന്നും മുത്തശ്ശൻ വെളിപ്പെടാറില്ല. അന്നേ ദിവസം പുറത്തു വന്നാൽ മുത്തശ്ശന്റെ ചൈതന്യത്തിന് കോട്ടം വരും. ഡോക്ടറെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? അയാളോട് ഞാൻ ആ കുട്ടിക്ക് ഷോക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കൊടുക്കട്ടെ. ഇനി വിളിക്കുമ്പം ആ നല്ല വാർത്ത കേൾക്കാൻ കഴിയണം. നിയമപ്രകാരം കുട്ടികൾക്ക് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പാടില്ല. മാത്രമല്ല, അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. ചിലപ്പോ കുട്ടി മരിച്ചു പോവും. ഡോക്ടർ ജോസ് മാത്രമല്ല, നമ്മളൊക്കെ പോലീസിന്റെ പിടിയിലാവും. കുട്ടികൾക്ക് ഷോക്ക് ട്രീറ്റ്മെന്റ് ചെയ്യില്ലെന്ന് എനിക്കും അറിയാം, ഡോക്ടർക്കും അറിയാം. നിയമം പാലിക്കുന്നവരല്ല ഞാനും ഡോക്ടർ ജോസും ഒന്നും. പിന്നെ നിനക്കറിയാൻ വേണ്ടി ഒരു കാര്യം കൂടെ പറയാം. ഈ ഡോക്ടർ ജോസിന് 4 മെഡിക്കൽ ഡിഗ്രി ഉണ്ട്. ആ 4 മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഈ ഞാൻ ഉണ്ടാക്കി കൊടുത്തതാ. ആ എന്തൊക്കെയായാലും ആ മധുശ്രീയെ ഡോക്ടർ ജോസ് തളയ്ക്കും. അവളിലെ ദുർമൂർത്തിയെ ഓടിക്കും. പിന്നെ മൂക്കുത്തിക്കല്ലെടുക്കാൻ എളുപ്പമാണ്. അതെനിക്ക് കിട്ടിയേ തീരൂ. മധുശ്രീ എന്തെങ്കിലും അത്ഭുതങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലുള്ള ശക്തി ആ മൂക്കുത്തിക്കല്ല് മാത്രമായിരിക്കും. എന്റെ മുത്തശ്ശന്റെ ആത്മാവിന് മോക്ഷം കിട്ടാനും ആ നിധി എന്റെ കൺമുൻപിൽ എത്തിക്കാനും അതെനിക്ക് കൂടിയേ തീരൂ. അതിനവളെ കൊല്ലേണ്ടി വന്നാൽ കൊല്ലണം. ആ ഡോക്ടർ ജോസഫ് കുട്ടി കൊല്ലുമെന്ന് എനിക്ക് സംശയം. ഭയം വേണ്ട. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ധൈര്യമായിട്ടിരിക്ക. എത്ര കൊലപാതകം നടത്തേണ്ടി വന്നാലും ആ മാന്ത്രികക്കല്ല് ഞാൻ സ്വന്തമാക്കും. ആ ഡോക്ടർ ജോസ്, എന്തായി കാര്യം? മധുശ്രീയെ ഹിപ്നോട്ടൈസ് ചെയ്തോ? അവര് വന്നിട്ട് എന്ത് സംഭവിച്ചു? മുറിയിലേക്ക് ഈരുള്ളിൽ എന്തുണ്ടായത് പറയൂ. ഡോക്ടർ ജോസ് കുര്യൻ, വ്യാജ സർജൻ, സൈക്കാട്രിസ്റ്റ്. നീ ഡോക്ടർ ഒന്നുമല്ലെന്ന് എനിക്കറിയാം. ഒരു കൊടും കുറ്റവാളിയാ നീ. നിന്നെ പിടിച്ച് ഡോക്ടറാക്കിയത്
ആ ശേഖരൻ തമ്പിയാണെന്ന് എനിക്കറിയാം. ശരിയായ പേര് സുരേന്ദ്രൻ. ഇറച്ചിവെട്ടായിരുന്നു നിന്റെ ജോലി. സ്വന്തം ആശുപത്രിയിൽ കൂട്ടിക്കൊണ്ടുപോയി മറ്റുള്ള ഡോക്ടർമാര് രോഗികളെ കീറി മുറിക്കുന്നതൊക്കെ കാട്ടിക്കൊടുത്ത് കള്ളത്തരത്തിൽ യോഗ്യതാ പത്രങ്ങൾ ഉണ്ടാക്കി തന്നു ആ തമ്പി. അവയവക്കടത്തിന് വേണ്ടി പാവങ്ങളെ അറുത്ത് കീറുന്ന ആരാചാരല്ലേ നീ? അയ്യോ അയ്യോ, ഞാൻ ചെയ്തത് തെറ്റാണ്. എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ. അയ്യോ, ഞാനിനി ചെയ്യില്ല. എന്നെ കൊല്ലല്ലേ. നിനക്കും ഉണ്ടാകുമല്ലോ അവയവങ്ങൾ. ഇന്നതൊന്ന് പരിശോധിക്കണം. ചില അവയവങ്ങൾ മുറിച്ചെടുക്കണം. അതിനു പറ്റിയ സർജന ഞാൻ. കിടക്കടാ. അയ്യോ അയ്യോ. വിട്ടി കുട്ടിയുടെ മനസ്സറിയാൻ ശ്രമിച്ച ആ ഡോക്ടറുടെ മാനസിക നില തെറ്റി. അയാളെ കൊണ്ട് ഒന്നിനും ആവില്ല. അയാൾ ദിവസവും ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണരുന്നു. ആ വൃത്തികെട്ട ആത്മാവ് അയാളെ വേട്ടയാടുകയാണോ? അതെ, സാരമില്ല. ഞാൻ അയാളെ ഭേദമാക്കാം. അയാളുടെ ദുസ്വപ്നങ്ങൾ മാറ്റാം. പക്ഷെ നീ ശ്രദ്ധിക്കണം. പുതിയ തന്ത്രങ്ങൾ കണ്ടെത്തണം. ആ കുട്ടിയെ ഇല്ലാതാക്കിയിട്ടാണെങ്കിലും മുക്കുത്തിക്കല്ല് എന്റെ അടുത്ത് എത്തിക്കണം. ഇല്ലെങ്കിൽ ആ ഡോക്ടർ കാണുന്നത് പോലെ നീയും ദുസ്വപ്നങ്ങൾ കാണാൻ തുടങ്ങും. ശേഖര, നീ പരാജയപ്പെട്ടാൽ ഈ സമാധിയിൽ നിന്ന് ഞാൻ പുറത്തു വരും. അന്ന് സർവനാശമായിരിക്കും. എന്തായി ഡോക്ടറെ കണ്ടിട്ട്? എന്താനു ഡാഡി എന്താ മിണ്ടാതെ പോയത്? എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? അമ്മ, അത് ഡോക്ടറോട് ഇവളെന്താ പറഞ്ഞേന്നോ ചെയ്തേന്നോ ഞങ്ങൾക്കറിയില്ല. ഡോക്ടർ പുറത്തിരിക്കാൻ പറഞ്ഞോണ്ട് ഞങ്ങൾ ഹാളിലായിരുന്നു. ഒരു 10-40 മിനിറ്റ് കഴിഞ്ഞപ്പോ ശ്രീകുട്ടി തനിയെ ഇറങ്ങി വന്നു. എന്നിട്ട് അവൾ ഒന്നും മിണ്ടിയില്ല. ഞങ്ങള് ഡോക്ടറുടെ മുറി കയറിയപ്പോ ഡോക്ടർ ടേബിളിൽ ഏതാണ്ട് അൺകോൺഷ്യസ് ആയ പോലെ കിടക്കായിരുന്നു. വിളിച്ചിട്ട് മൂളിയതല്ലാതെ ഡോക്ടർ അനങ്ങിയില്ല. ഞങ്ങൾ ആകെ ഷോക്ക്ഡായി. എന്തൊക്കെ ചോദിച്ചിട്ടും ശ്രീകുട്ടി ഒന്നും പറയുന്നില്ല. ഈശ്വരാ, എന്താ മോളെ അവിടെ എന്താ നടന്നത്? മോളോട് അമ്മ ചോദിച്ചത്. അമ്മേ, ഗൗരിമുത്തശ്ശി വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. നീ എന്തൊക്കെയാ മോളെ പറയുന്നേ? ആ ഡോക്ടർ ഒരു ഭയങ്കരനാ. അയാൾ എന്റെ അടുത്ത് പറയാ ഉറങ്ങിക്കോളാൻ. ഞാൻ പറഞ്ഞു ഡോക്ടർ ഉറങ്ങിക്കോളാൻ. എന്നിട്ട് പാവം ഡോക്ടർ ഉറങ്ങിപ്പോയി. പറയേ. എന്നിട്ട് ഞാൻ പിന്നെ നോക്കുമ്പോഴേ ഡോക്ടറിന്റെ ചോര. ചോരയോ? അയാള് കൊറേ പേരെ കൊന്നിട്ടുണ്ട്. എന്തൊക്കെയാ കുട്ടി പറയുന്നേ? അതെ അമ്മേ, എനിക്ക് ദേഷ്യം വന്നു. എന്നെ കൊല്ലാനാ അയാൾ നോക്കിയത്. അച്ഛൻ എന്നെ കൊല്ലാനാണ് അങ്ങോട്ട് കൊണ്ടുപോയത്. ശ്രീകുട്ടി, എന്താ ഇത്? അങ്ങനൊന്നും പറയല്ലേ. പറയും, എനിക്കെല്ലാം അറിയാം. ഗൗരിമുത്തശ്ശി എന്നോട് എല്ലാം പറഞ്ഞു. ഗൗരിമുത്തശ്ശി വന്നില്ലായിരുന്നെങ്കിലേ എന്നെ അയാള് കൊന്നേനെ. ഗൗരിമുത്തശ്ശിക്കിപ്പോ ഭയങ്കര ദേഷ്യം വന്നു. ആ ഡോക്ടറെ ഗൗരിമുത്തശ്ശി വല്ലാതെ പേടിപ്പിച്ചു. അമ്മ പേടിക്കണ്ട. ഗൗരിമുത്തശ്ശി എന്റെ കൂടെ ഉണ്ടെങ്കിലേ എന്നെ ആരും ഒന്നും ചെയ്യില്ല. പക്ഷെ സൂക്ഷിച്ചോ, ആ ഡോക്ടറിന്റെ അടുത്ത് പോകരുത്. പോയാൽ അയാള് കൊല്ലും. എപ്പോഴും ഗൗരിമുത്തശ്ശി വരില്ല, എന്റെ കൂടെ മാത്രമേ വരൂ.